ഹായ് ഗായ്സ്, നമ്മൾ ഇന്നൊരു അടിപൊളി വെയിറ്റ് ലോസ് ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളൊരു ഓട്സ് കൊണ്ടുണ്ടാക്കാൻ വേണ്ടി ഒരു സൂപ്പർ ഡിഷാണ്. അതിനായിട്ട് ഒരു കപ്പ് ഓട്സ്, ഒരു കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും ഓട്സ് എടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ വറുക്കുക. എന്നിട്ട് അതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. നല്ല അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ടിപ്പാണ്. നിങ്ങൾ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പ് ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനൊന്ന് വെള്ളം ഒഴിച്ച് പുട്ടിന് നമ്മൾ നനയ്ക്കണ പോലെ ഒന്ന് നനച്ചെടുക്കുക. നോർമൽ പുട്ടിന് നമ്മൾ എങ്ങനെയാണോ മാവ് കുഴക്കുന്നത് അതുപോലെ കുഴച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളത് കുഴച്ചെടുത്തതിന് ശേഷം അതിനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ഒരു വിപ്പ് ബട്ടൺ കാണും, അതിലിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ അതൊന്ന് എടുക്കുക. നമ്മൾ പുട്ടിനൊരു നല്ലൊരു ടെക്സ്ചർ കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിതപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓട്സ് കൊണ്ടാണെന്ന് പോലും അറിയില്ല, അത്ര ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുട്ട് കിട്ടും. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു ടേസ്റ്റിനാണ്. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട് എന്തെങ്കിലും ഗ്രേറ്റ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ചിക്കൻ സ്റ്റീം ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഷ്രെഡ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കുക. ഇനി പ്ലെയിനായിട്ട് കഴിക്കാനുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ പുട്ടുകുറ്റിയിൽ നിറയ്ക്കുക, വേവിച്ചെടുക്കുക. നമ്മളെ പുട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് പറഞ്ഞ പോലെ സ്പ്രൗട്ടഡ് സീഡ്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്